ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നത് ഈ ബന്ധം രക്ഷിതാക്കൾ എന്തല്ല കണ്ടെത്തിയതോ അംഗീകരിച്ചതോ അല്ല, അവരെ എതിർത്തിട്ടും ഉണ്ട്. അപ്പോൾ ഇതിലൊരു ചെറിയ അപകടമുണ്ട്. ഇപ്പോൾ രക്ഷിതാക്കൾ കണ്ടെത്തിയാലും ഇപ്പോൾ ഇങ്ങനത്തെ ആളുകളൊക്കെ ചിലപ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യാം, ഇല്ല നമ്മൾ പറയുന്നില്ല. പക്ഷേ അവിടെ ഉള്ള ഒരു വലിയ സൗകര്യം എന്ന് പറയുന്നത് തൻ്റെ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തിയാൽ, ഈ കക്ഷി ഇങ്ങനെയൊക്കെയാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് സ്മൂത്ത് ആയിട്ട് ഒരു എക്സിറ്റ് ഉണ്ട് അവിടെ. വളരെ എക്സ്ട്രീം ആയിട്ടുള്ള തീരുമാനങ്ങളാണ് പലപ്പോഴും കമിതാക്കൾ എടുക്കുക. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്? കോടതിയിൽ രണ്ടാളും എത്തുന്നു, എന്നിട്ട് പറയുന്നു എൻ്റെ വാപ്പാൻ എനിക്ക് വേണ്ട, എൻ്റെ ഉമ്മ എനിക്ക് വേണ്ട. അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നു നിന്റെ ലവർ എന്ന് പറയുന്നത് അയാൾ കഞ്ചാവിന് അഡിക്റ്റ് ആണ്. അയാളൊന്നും അങ്ങനെ ചെയ്യില്ല. നമുക്ക് ഏറ്റവും ബുദ്ധിശൂന്യം എന്ന് പറയുന്ന തീരുമാനം എടുക്കുന്നവർ കമിതാക്കളായിരിക്കും. അതിൻ്റെ കാരണം ഇതാണ്. വിവാഹേതര ബന്ധങ്ങളിൽ, പ്രണയ ബന്ധങ്ങൾക്കിടയിലൊക്കെയുള്ള വ്യത്യസ്തമായ ചൂഷണങ്ങൾ പലപ്പോഴും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ്. ഈയിടെയായി ഒരു നടി, അനുപമ പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു നടി, തൻ്റെ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ താൻ നേരിട്ട ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ചൂഷണത്തെ എടുത്തു പറയുന്നുണ്ട്. നാർസിസ്റ്റിക് അബ്യൂസിന് താൻ ഇരയായി എന്നാണ് ആ ഒരു സ്ത്രീ പറയുന്നത്. ഇവിടെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നു. ആദ്യം ഇഷ്ടം നന്നായി കാണിക്കുന്നു, പിന്നീട് അത് ഒരു നിയന്ത്രണത്തിലേക്ക് എത്തിക്കുന്നു. മാനസികമായും അല്ലാതെയുമൊക്കെയുള്ള പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നു പലരും. അങ്ങനെയുള്ള ഒരു തരം അബ്യൂസിന് ഇരയായി എന്നാണ് ഇവിടെ ആ ഒരു നടി സൂചിപ്പിച്ചത്. ഈ ഒരു വിഷയം നമ്മളിവിടെ ചർച്ചക്കെടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, ഇത്തരം വിവാഹേതര ബന്ധങ്ങളിലുള്ള ചൂഷണങ്ങൾ പല നിലക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, വ്യത്യസ്തമായ രീതിയിൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് നമ്മളിതിനെ നോക്കിക്കാണുന്നത്? നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മനുഷ്യ വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈചിത്ര്യങ്ങൾ ഉള്ളതാണ്. സാധാരണ നമ്മൾ പറയും ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സഹജമായിട്ടുള്ള ചില ഗുണങ്ങളുണ്ടാവും, പ്രകൃതങ്ങൾ ഉണ്ടാവും, സവിശേഷതകളൊക്കെ ഉണ്ടാവും, ട്രൈറ്റ്സ് നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷെ അതെല്ലാതും ഒരു അബ്നോർമാലിറ്റി ആയിക്കൊള്ളുന്നില്ല, ചില വൈകല്യമായിക്കൊള്ളുന്നൊന്നുമില്ല. പക്ഷെ അത് ഏറിയും കുറഞ്ഞൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ യോജിക്കുമ്പോൾ അവർക്കിടയിലുള്ളൊരു കെമിസ്ട്രി, ആ കെമിസ്ട്രി എത്രത്തോളം ശരിയായ രൂപത്തിൽ വർക്കാവുന്നു അതനുസരിച്ചാണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുക. അതൊരു വളരെ സ്വാഭാവികമായ ജൈവിക അതുപോലെ തന്നെ വൈകാരിക പ്രക്രിയ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാണുന്നൊരു മുഴ പോലെയോ കല പോലെയോ അല്ല മനസ്സിനകത്തുള്ള പലതെന്ന് പറയുന്നത്. അത് വളരെ ഹിഡൻ ആയിരിക്കും, ചിലപ്പം കാണാൻ പറ്റില്ല. ചിലതാകട്ടെ മറ്റൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്ന അത്രയും അടുത്തൊരാൾക്ക് മാത്രമേ ഈ രാപ്പനി മനസ്സാവുള്ളൂ. അത്രയും ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുത്താലും എന്ത് ചെയ്യില്ല, വിശ്വസിക്കില്ല. കാരണം അദ്ദേഹം സോഷ്യലി അത്രയും അക്സെപ്റ്റബിളായ, വളരെ നന്നായി പുറത്ത് പെരുമാറുന്നൊരു വ്യക്തിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാർട്ട്ണർമാർക്കിടയിലുള്ള വിള്ളലുകൾ ഇത് സംഭവിക്കുന്നതും പലപ്പോഴും മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാതിരിക്കുന്നതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് വേണം വളരെ ഐഡിയലാണെന്ന് പറയുന്ന കപ്പിളുകൾ, വർഷങ്ങളോളം നന്നായിട്ട് ജീവിച്ച ആളുകൾ കാണാൻ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, വേർപിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ചില ഡ്രിഫ്റ്റുകൾ എന്ന് പറയുന്നത് വെച്ചാൽ ഈഗോയുടെ ഭാഗമൊക്കെ ആയിരിക്കും. അപ്പോൾ ചെറിയൊരു ചില കാരണങ്ങൾ, ഒരു സൊല്യൂഷന് ഉള്ള പരിഹരിക്കാൻ പറ്റുന്ന കാരണങ്ങൾ വെറുതെ ഊതി വീർപ്പിച്ചിട്ട് എന്ത് ചെയ്യും, രണ്ടുപേരും അങ്ങോട്ട് അകന്നിട്ട് അങ്ങനെ ഡൈവേഴ്സിലേക്കും ബ്രേക്കപ്പിലേക്കൊക്കെ പോകാറുണ്ട്. എന്നാൽ അതേസമയം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അസഹനീയമായിട്ടുള്ള ചില ക്യാരക്ടറുകൾ ഉണ്ടാകും. അതിപ്പോൾ അവരൊരു സ്ലോ പോയിസണിങ്, സ്ലോ കില്ലിങ് ആയിട്ടുള്ള ആളുകളാക്കാരം. ഈ മാധവിക്കുട്ടൊരു കവിതയിൽ അവർ ഒരു പ്രയോഗമുണ്ട്, ലെത്തൽ പോയിസണിങ് എന്ന് പറയുന്നുണ്ട്. എല്ലാം അങ്ങനെ ചെറിയ ഡോസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കൊല്ലുന്ന രീതിയിലുള്ളത്. എന്തായാലും നമ്മൾ സാധാരണ ടോക്സിക് റിലേഷൻഷിപ്പുകൾ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ചില അപൂർവ കാരണങ്ങൾ കൊണ്ട് ഉള്ള ഈ ബന്ധങ്ങളുണ്ട്. അപ്പോൾ എനിക്കറിയാം ഒരു കേസിൽ അതെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ മണം ഭാര്യയ്ക്ക് ഒറ്റ നിലയ്ക്കും എന്താണ് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ അത് ആരും ചോദിച്ചാൽ എന്താ പറയുക, അയാൾക്കൊരു കുഴപ്പമില്ല, അയാൾ മദ്യപിക്കില്ല, വിഭജിക്കില്ല, ഒരു കുഴപ്പമില്ല, ആൾ വളരെ നല്ല ജോലിയൊക്കെ ഉള്ള വ്യക്തിയാണ്. പക്ഷേ ഇത് അസഹനീയമാണ്. അത് നമ്മളൊരു കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് മനസ്സിലാക്കുന്നത്. എന്തായാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർ പിരിഞ്ഞു. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ഈ സ്ത്രീയും
കഴിച്ചുകൊണ്ട് എനിക്ക് അറിയില്ല, എന്തായാലും അദ്ദേഹം എന്തായാലും വലിയ വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന എന്ത് ചെയ്യാം നമുക്കറിയാം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്ക് ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്നുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു വിവാഹബന്ധം സാധ്യമാകാത്തവരൊന്നും ആയിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആവാത്തവരായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇവരെ കേസിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ജെന്യുവിനായിരിക്കാം, അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഈ നാർസിസ് എന്ന ആ വാക്ക് ഗ്രീക്ക് മിത്തോളജിയിൽ ഉള്ളൊരു കഥാപാത്രത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അദ്ദേഹം എന്താ വെച്ചാൽ തന്നിൽ തന്നെ അനുരക്തനായ ഒരാൾ, അതായത് വെള്ളത്തിൽ എന്ത് ചെയ്യുന്നു, തൻ്റെ ഇമേജ് കണ്ടിട്ട് അതിസുന്ദരനായൊരു ചെറുപ്പക്കാരനെ കാണുകയും അങ്ങനെ ആ ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലാവുകയും അങ്ങനെ അയാളെ തേടി നടക്കുകയൊക്കെ ചെയ്യുന്ന വലിയൊരു കഥ വെച്ചാൽ. അപ്പോൾ അത് വളരെ സിമ്പിളാണെന്ന് വെച്ചാൽ അവർക്ക് അവനവനോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്, അങ്ങനത്തെ ഒരു അനുരാഗമാണ് അവർക്കുള്ളത്. ഇവിടെ ഈ അതിന് മറ്റൊരുപാട് ഈ എന്താണ് ഇത് മനസ്സിലാക്കാൻ വേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടായിരിക്കാം. എന്തായാലും ഞാൻ കണ്ട വലിയൊരു അപകടമുണ്ട്. ഒന്നെന്താ വെച്ചാൽ പല ടെർമിനോളജികളും ആളുകൾ അസ്ഥാനത്തൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ നാർസിസം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വാട്സപ്പിലൊക്കെ ധാരാളം കാണാൻ പറ്റും. അപ്പോൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇത്തരത്തിലുള്ള വായിച്ച് ബിരുദം നേടിയിട്ടുള്ള ആളുകൾ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്കറിയാം ഒരു അധ്യാപകൻ നിറത്തിൽ ഈ പലപ്പോഴും പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന പാരൻസ് ഉണ്ട്, എൻ്റെ കുട്ടി പിന്നെ ADHD ആണ്, അല്ലെങ്കിൽ കുട്ടിക്ക് ഹൈപ്പർ ആക്റ്റീവാണ്, ഇനിയും അതിൽ ഓൻ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ്, അല്ലെങ്കിൽ ഓന് മറ്റേ സ്ലോ ലേണറാണ്. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് കുട്ടിയെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ പോലെ എന്തെങ്കിലും വന്നിട്ട് നമ്മുടെ മുമ്പിൽ പറയുന്നവരുണ്ട്. പലപ്പോഴും കുട്ടിയുടെ മുമ്പ് തന്നെയാണ് എന്ത് ചെയ്യുക ഇതൊക്കെ പറയുകയും ചെയ്യുക. അപ്പോൾ ഈ ടേംസിൻ്റെയൊക്കെ ഒരു ആന്തനാർത്ഥം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ വിവക്ഷ എന്താണെന്നും പൂർണ്ണമായി അറിഞ്ഞിട്ടല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു അപകടം എന്താ വെച്ചാൽ ഇത് ഇത്തരത്തിലൊരു ടെർമിനോളജി ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഒരാളെ ആ രീതിയിൽ ലേബൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഇദ്ദേഹം ഇന്ന വൈകല്യത്തിൻ്റെ ഉടമയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായി അതിലൊരു പിന്നെ അവകാശമുള്ളവരാവണ്ടേ. ഞാൻ ഈ കേസിലും എനിക്ക് തോന്നുന്നൊരു ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇവിടെ ഈ വ്യക്തി, മറ്റേ വ്യക്തി ആരാന്ന് നമുക്കറിയില്ല, അദ്ദേഹത്തെ ഒരു പരിധി വരെ നിസ്സഹായനായി വെയിലത്ത് നിർത്തിയിട്ടുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവർ നടിയാണ്, അവരെന്തല്ല, അവരൊരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റോ ഇനി അതുപോലെ ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റോ ഒന്നും അല്ല. ഇവർ രണ്ടുപേരും കൂടെ ഇത്തരത്തിൽ ഒരു ക്ലിനിക്കിൽ പോയതോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റിനെ സമീപിച്ചതോ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, അതിലെവിടെയും പറയുന്നില്ല. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് അവർ പറഞ്ഞ ലക്ഷണങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല ഒരു ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റ് ഒരു കൺക്ലൂസീവായിട്ടുള്ള ഒപ്പീനിയനിലേക്ക് വരില്ല. അപ്പോൾ പിന്നെ ആരാണ് ഇദ്ദേഹം നാർസിസിസ്റ്റാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന നാർസിസ്റ്റ് അബ്യൂസിങ് ആണ് എന്നതിലേക്ക് വന്നത്? അത് ഇവർ തന്നെയാണെന്ന് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. പക്ഷേ അവർ മനസ്സിലാക്കിയിരുന്നു, അവർ ചിലപ്പോൾ ആരെങ്കിലും സമീപിച്ചിട്ടോ ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഈ രീതിയിൽ അബ്യൂസ് ചെയ്യുന്നതൊരു പ്രശ്നമില്ലേ? അദ്ദേഹത്തെ ലേബൽ ചെയ്യുന്നൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഇതൊരു ചിലപ്പോൾ ഒരു സ്ട്രെച്ച്ഡ് ഇമാജിനേഷൻ ആവാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബന്ധം വേർപിരിയുകയാണ്. ആ ബന്ധം വേർപിരിഞ്ഞാലും ഈ രണ്ടു പേർക്കും നാളെ സമൂഹത്തിൽ ജീവിക്കണം, രണ്ടു പേർക്കും സമൂഹത്തിൽ വേറെ ബന്ധങ്ങൾ ഉണ്ടാക്കണം, ഇവർക്ക് ജീവിക്കണമല്ലോ. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ ഇമേജിനെ പൂർണ്ണമായിട്ടും ഡിസ്റ്റോർട്ട് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു വ്യക്തി വന്നിട്ട് കമൻറ്റ് പറയുമ്പോൾ അതിൻ്റെ ഒരു ബേസ്, സയൻറ്റിഫിക് ബേസ് എന്ന് പറയുന്നത് പ്രധാനമാണെന്ന് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആർക്കും ആരെക്കുറിച്ചും സമൂഹത്തിൽ ഈ രീതിയിൽ കമൻസ് പറയാൻ പറ്റും. എൻ്റെ ധാരണ വെച്ചിട്ട് അദ്ദേഹം അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്ത് ചെയ്തു, ഇത് അവൻ്റെ തലയിൽ എന്ത് ചെയ്യും, അത് ഫീഡ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തെ എന്ത് ചെയ്യും, ബാധിക്കും. അപ്പോൾ പൊതുസമൂഹത്തിൽ നമ്മളെപ്പോഴൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അപകടത്തെ കൂടെ പരിഹരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നില്ല ഇതെന്ന് തന്നെ ഞാൻ പറയുന്നത്. അവർക്ക് ബ്രേക്കപ്പ് ആവാനുള്ള അവകാശമുണ്ട്. പ്രത്യേകിച്ചും അവർ പറയുന്ന രൂപത്തിൽ ഒക്കെ സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം,
അവരവരുടെ ബന്ധം വിച്ഛേദിക്കണം, അതിലൊരു സംശയവുമില്ല. പക്ഷെ അത് അവനവനെ തന്നെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രക്രിയയായി മാറിക്കഴിഞ്ഞാൽ അത് മറ്റേ വ്യക്തിയുടെ ഭാവിയെ, മറ്റൊരു ജീവിതത്തിനൊക്കെ വലിയ ആഘാതങ്ങൾ എന്ത് ചെയ്യും ഉണ്ടാക്കും. അത് ഞാൻ പൊതുവായിട്ട് പറയുന്നതാണ്. കാരണം ഇതിപ്പോൾ നാളെ എന്ത് ചെയ്യാം, ഇത്തരത്തിൽ പലർക്കും ബ്രേക്കപ്പുകൾ വരും. അപ്പോൾ ഈ ബ്രേക്കപ്പ് വരുമ്പോഴൊക്കെ അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചാനലിൽ വന്നിട്ടോ ഇൻ്റർവ്യൂ ചെയ്ത് മറ്റേ ആളെ ടാർണിഷ് ചെയ്യലാണെന്ന് വരുന്നത് ഒരിക്കലും ശരിയല്ല. അതൊരു അപകടമാണ്. പിന്നെന്താ വെച്ചാൽ ഇതൊരു സ്വയം കണ്ടെത്തിയതാണെന്ന് എന്തായാലും വ്യക്തമാണ്. രണ്ടെന്താ വെച്ചാൽ ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇവിടെ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുക വെച്ചാൽ ഈ ബന്ധം രക്ഷിതാക്കൾ എന്തല്ല കണ്ടെത്തിയതോ അംഗീകരിച്ചതോ അല്ല, അവരെ എതിർത്തിട്ടും ഉണ്ട്. അപ്പോൾ ഇതിലൊരു ചെറിയ അപകടമുണ്ട്. ഇപ്പോൾ രക്ഷിതാക്കൾ കണ്ടെത്തിയാലും ഇപ്പോൾ ഇങ്ങനത്തെ ആളുകളൊക്കെ ചിലപ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യാം, ഇല്ല നമ്മൾ പറയുന്നില്ല. പക്ഷേ അവിടെ ഉള്ള ഒരു വലിയ സൗകര്യം എന്ന് പറയുന്നത് തൻ്റെ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തിയാൽ, ഈ കക്ഷി ഇങ്ങനെയൊക്കെയാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് സ്മൂത്തായിട്ടൊരു എക്സിറ്റ് ഉണ്ട് അവിടെ. പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ സെലിബ്രേറ്റ് ചെയ്തൊരു ബന്ധമാകുമ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും, അറിയിക്കേണ്ട ബാധ്യതയായിട്ട് മാറുകയാണ്. അങ്ങനെ അല്ലാതെ ഈ എന്തിനാണ് പിൻവാങ്ങിയത്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നവർക്ക് മുഴുവൻ മറുപടി കൊടുക്കണ്ടേ. അപ്പോൾ സ്വാഭാവികമായ ബാധ്യത എന്താണ്, ഇത് എല്ലാവരെയും അറിയിക്കേണ്ട ഒരവസ്ഥ. കാരണം തൻ്റെ നിലപാട് ന്യായീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ലോകം മുഴുവൻ അറിയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് പലപ്പോഴും ഇത്തരത്തിൽ അവനവൻ തന്നെ തൻ്റെ ഈ ബൗദ്ധികമായ കണ്ടെത്തലായി ഈ ബന്ധങ്ങളെ ആക്കുമ്പോഴൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ തുടരാനാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കുട്ടി പിൻവാങ്ങി എന്നുള്ളത് നല്ല കാര്യമായിട്ട് പറയുന്നത്. എന്നുവെച്ചാൽ അതിപ്പോൾ ഒരു ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ പിന്നെയും പീഡനങ്ങൾ ഏറ്റുവാങ്ങി പോകുന്നു ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴും അതിനകത്ത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പെൺകുട്ടികൾക്ക് ഒരു വലിയ മെസ്സേജ് അതിലുണ്ടെന്ന് ഞാൻ പറയുന്നത്. ശരിക്കും അതവർ പറയുന്നത് ശരിയാണെങ്കിൽ, കാരണം ഇപ്പോൾ പോലും ഗൾഫിൽ നിന്ന് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ എന്താണ് അല്ലേ ഒരു വോയിസ് മെസ്സേജൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ധാരാളം കേസുകളിൽ എന്താണ് പെൺകുട്ടികൾ പലപ്പോഴും ട്രാപ്പായി എന്ന് തോന്നിയിട്ട് എന്താണ് ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ആരോഗ്യകരമായ സമീപനമാണ് എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊരു സ്റ്റാൻഡേർഡ് നിലപാടെടുത്ത് എന്ത് ചെയ്യുക, പിരിയുക എന്ന് പറയുന്നത് യാതൊരു സംശയമില്ല. എന്തായാലും ഇവിടെ എനിക്ക് പറയുന്നത് വെച്ചാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധം പിരിയുമ്പോൾ അത് മാന്യമായിട്ട് പിരിയുക എന്നുള്ളതാണ് കാഴ്ചപ്പാട്. ഇത് മറ്റേ വ്യക്തിയുടെ കുറ്റങ്ങളും കുറവുകളൊന്നും സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയേണ്ട ഒരു ആവശ്യം അതിലില്ല. അതാണ് ഇസ്ലാം ഒരുപക്ഷെ ഈ വിഷയത്തിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠമാണത്. ഇപ്പം പ്രവാചകൻ്റെ വളർത്തുപുത്രനായിരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായിരുന്ന സെയ്ദ് റളിയല്ലാഹുവും സൈനബ് റളിയല്ലാഹുവും തമ്മിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന ആരാണ്? പ്രവാചകനാണ്. അവർ പിന്നീട് പിരിയുന്നു. ഇന്ന് നമുക്ക് ചരിത്രത്തിൽ അന്വേഷിച്ചാൽ അവർ പിരിഞ്ഞതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പിന്നീട് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർ എന്തെങ്കിലും വലിയ കുഴപ്പക്കാരിയായിരുന്നെങ്കിൽ അത് ഒരിക്കലും പ്രവാചകൻ വിവാഹം കഴിക്കില്ല. മാത്രമല്ല അവർ പിൽക്കാലത്ത് അവരുടെ ദാനശീലം അങ്ങനെ പലതും നമുക്കറിയാം, ഹദീസുകളിലൊക്കെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും എല്ലാം രേഖപ്പെടുത്തിയിട്ട് ഇസ്ലാം അല്ലേ, പ്രവാചകൻ എങ്ങനെ മൂത്രമൊഴിക്കാൻ പോയി, എങ്ങനെ കൂസ് പോയി എന്നവരൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മൗനം പാലിക്കപ്പെട്ടു? അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് നാം പറയുന്നത്. കാരണം ഒരിക്കലും ഇത് രണ്ട് വ്യക്തികളുടെ ബന്ധം പിരിയുമ്പോൾ അവർക്ക് മാത്രം അറിയാവുന്ന സ്വകാര്യതകളെ പുറത്തേക്ക് വലിച്ചിട്ട് ഒരിക്കലും തന്നെ ആ അപരൻ്റെ അല്ലെങ്കിൽ ആ മറ്റേ വ്യക്തിയുടെ ഭാവി ജീവിതത്തെ തകർക്കുന്ന രൂപത്തിലേക്കോ അയാൾക്കത് പിന്നീട് മാനസികമായിട്ടൊരു സംഘർഷത്തിനോ കാരണമാക്കാതെ മാന്യമായി പിരിഞ്ഞ് രണ്ടുപേരും വേറെ എന്ത് ചെയ്യുക, ജീവിതം നയിച്ചാൽ മതിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ള വെച്ചാൽ സോഷ്യൽ മീഡിയ എന്തൊരിക്കലും ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. അവർ തമ്മിൽ പ്രണയത്തിലായി എന്നുള്ളതോ അല്ലെങ്കിൽ സദൃഢമായൊരു ബന്ധമുണ്ടാക്കി എന്നുള്ളതോ ഒക്കെ അവരുടെ ഈ കാലഘട്ടത്തിൽ ഒരു സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ മറ്റേതെന്തായാലും നമുക്ക് ഈ കാലഘട്ടത്തിലും ഒരിക്കലും തുടരാൻ പാടില്ലാത്തതാണ് എന്നുകൂടെ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു മറുഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ചൂഷണം നടക്കുന്നു എന്നത്. മറ്റൊന്ന്, പിരിയുമ്പോൾ അത് പബ്ലിക്കിന് മുമ്പിൽ പ്രകടമാക്കുന്നു എന്നത്. ഒരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ കൂടി നമ്മൾ ഈ ഒരു ചർച്ചയെ കാണുമ്പോൾ ചൂഷണത്തെ പൂർണ്ണമായും
ഇല്ലാതാക്കും വിധമാണ് കാര്യങ്ങളെന്ന് തീർച്ചയായും പറയാൻ കഴിയും. ഇതിലിപ്പോൾ ഒന്ന്, ഈ സാറ് പറഞ്ഞതിലെ അവസാന ഭാഗം ഒരു വാചകം എനിക്ക് ആഡ് ചെയ്യണം തോന്നിയത് ഖുർആനിൻ്റെ ഒരു വളരെ മനോഹരമായൊരു പ്രയോഗമാണ്. നമ്മുടെ നാടുകളിൽ ഒരു ബന്ധം വേർപിരിയുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മധ്യസ്ഥന്മാരിരുന്ന് പരസ്പരം വഴക്കടിച്ച് പരമാവധി പറയാവുന്ന ആരോപണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആണ് ഒരു ത്വലാഖ്, ഒരു ഡിവോഴ്സ് നടക്കുക. അതല്ലെങ്കിൽ കോടതിയിൽ പോയി ഭർത്താവിനെതിരെ, ഭർത്താവിൻ്റെ ഉമ്മാക്കെതിരെ, വാപ്പാക്കെതിരെ, അല്ലെങ്കിൽ ഭാര്യയ്ക്കെതിരെ, അങ്ങനെ പലതരത്തിലുള്ള എങ്ങനെയാണോ തനിക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ സാധിക്കുക അതിനനുസൃതമായ തരത്തിലുള്ള കുറേ കള്ളങ്ങൾ കെട്ടിച്ചമച്ച കേസ് ഫയൽ ചെയ്തിട്ടാണ് ഡിവോഴ്സുകൾ നടക്കുക. ഖുർആൻ പറഞ്ഞത് ഇംസാക്കും ബി മഅറൂഫ് ഔ തസ്രീഹും ബി ഇഹ്സാൻ. നിങ്ങൾ നിലനിന്ന് പോവുകയാണെങ്കിൽ വളരെ നല്ല നിലക്ക് നിങ്ങൾക്ക് നിലനിന്ന് പോകാം, അല്ലെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ പിരിഞ്ഞു പോവുക, വളരെ സന്തോഷത്തോടു കൂടി വേർപിരിയുക എന്ന ഒരു ഓപ്ഷൻ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ ഉണ്ടാകണം. അതാണ് ഏറ്റവും മാന്യമായ രീതി എന്ന് പറയുന്നത്. ഒരു പക്ഷേ ത്വലാഖുകളുടെ, വിവാഹമോചനങ്ങളുടെ കാര്യത്തിൽ ഖുർആൻ പ്രയോഗിച്ച ആ വാചകത്തേക്കാൾ മനോഹരമായൊരു വാചകം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. പല തരത്തിലുള്ള ആളുകൾ ഈ വ്യക്തിത്വങ്ങളെ പല നിലക്ക് നിർവചിച്ചിട്ടുണ്ട്, വിവിധ വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. 3 വിഭാഗങ്ങൾ, 5 തരം, 9 തരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പേഴ്സണാലിറ്റി ടൈപ്പുകളൊക്കെ അളക്കാനുള്ള വിവിധ തരത്തിലുള്ള ടൂളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരിക്കലും നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയോ മറ്റൊരാളുടെ പേഴ്സണാലിറ്റിയോ ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളില്ലാതെ സ്വയം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല. അത് അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ, ഒരാളുടെ ഒരു വ്യക്തിത്വം മറ്റൊരാൾക്ക് പ്രയാസകരമാകുന്നുവെങ്കിൽ, എല്ലാവർക്കും പലതരത്തിലുള്ള വ്യക്തിത്വ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതിൻ്റെ പോസിറ്റീവുകളും, എല്ലാ വ്യക്തിത്വങ്ങൾക്കും അതിൻ്റെ പോസിറ്റീവുകളും നെഗറ്റീവുകളും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വേഗം പിന്നെ ഒരു എന്താ പറയുക, അയാൾ ഇന്നതാണ് എന്ന് ആണ് ലേബൽ ചെയ്ത് സ്വയം രക്ഷപ്പെടാനോ അങ്ങനത്തെ ഒരു രീതി സ്വീകരിക്കുന്നത് ഒരിക്കലും പാടില്ല. ഒരാൾക്ക് അങ്ങനത്തെ അതിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രയാസം, നെഗറ്റീവ് ഒരാളെ ബാധിക്കുന്നുവെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള, അതിന് അനുയോജ്യരായിട്ടുള്ള ആളുകളെ കണ്ട് ട്രീറ്റ്മെൻ്റ് എടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. പിന്നെ അതിൻ്റെ വേറൊരു തലം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വൈവാഹിക ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നു, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു വീട്ടിനകത്തുള്ള ബന്ധം, സൗഹൃദത്തിലുണ്ടാകുന്ന പിന്നെ റിലേഷൻഷിപ്പുകൾ, ഇതിലെല്ലാം ഞാനൊരു ആൺപെൺ എന്ന നിലക്കല്ല പറയുന്നത്, സഹോദരങ്ങൾ, മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും, ഇങ്ങനെ മുന്നോട്ട് പോകുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എന്ത്, എല്ലാവരുടെയും വ്യക്തിത്വം ഒരുപോലെ ആവുകയില്ല എന്നുള്ളത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ ജീവിതം, ആ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക വളരെ പ്രയാസകരമായിരിക്കും. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് വേറൊരാളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചോൻ കൊടുത്ത ഒരു ടൈപ്പ് എന്താണോ, വ്യക്തിത്വം എന്താണോ, അതനുസരിച്ച് ഒരു മനുഷ്യനുണ്ടാവുക. അതിലിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഇൻട്രോവേർഷൻ ആയിരിക്കും, ചില ആൾക്കാർ നന്നായി സംസാരിക്കുന്ന എക്സ്ട്രോവേർഷൻ ആയിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കുടുംബജീവിതത്തിൽ പൊതുവിൽ ഇപ്പോൾ കൂടുതൽ കാണുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് ഈ പെർഫെക്ഷനിസമാണ്. മിക്കവാറും ചില ഭാര്യമാർ ഭയങ്കര പെർഫെക്ഷനിസ്റ്റുകളായിരിക്കും. അവർക്ക് ബെഡ്ഷീറ്റ് ഒന്ന് ചെറിയൊരു ചുളിവ് വരുന്നത് പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർക്കൊരു പക്ഷേ വീടിൻ്റെ മുന്നിൽ അഴിച്ചു വെച്ച 2 ചെരുപ്പുകളിൽ ഒന്ന് ഒരല്പം തെന്നി മാറിയാൽ പോലും അവരുടെ മനസ്സ് പ്രയാസപ്പെടും. അത് ഒരു പെർഫെക്ഷനിസം എന്ന് പറയും. അത് ഇങ്ങനത്തെ ഒരു പ്രശ്നം മറ്റൊരാൾക്കുണ്ട് എന്ന് മനസ്സിലാക്കലാണ് കൂടെ ജീവിക്കുന്ന ആളുടെ ഒരു പിന്നെ അതിനെ എങ്ങനെ ആ കുടുംബജീവിതം മനോഹരമായി കൊണ്ടുപോകാനുള്ള മാർഗം എന്ന് പറയുന്നത്. ചിലതൊരു സിവിയർ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ ആരെടുത്ത് പോയിട്ടാണോ സംസാരിക്കേണ്ടത്, അത് ചികിത്സിക്കേണ്ടത്, അവരെ കണ്ട് അത് ട്രീറ്റ്മെൻ്റ് എടുത്ത് മുന്നോട്ട് പോകുക എന്നതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിന് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ മറ്റൊരു പ്രശ്നം കൂടി ഇതിനുണ്ട്. അത് ഈ കേസിൽ അങ്ങനെയാണ്, ഇതല്ലാത്ത കേസിൽ അങ്ങനെ നമ്മൾ പറയുന്നില്ല. പൊതുവിൽ ഈ പിന്നെ സ്നേഹവും പ്രണയവും അതുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പുകളും ഒക്കെ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ സുരക്ഷിതമായ പ്രണയം, സുരക്ഷിതമായ ലവ് അഫയർ എന്നാണ് നമ്മൾ സാധാരണ ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. സുരക്ഷിതമായ അത്തരം ബന്ധങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളാണ്.
നീതിപൂർണവും സുരക്ഷിതവുമായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത്. അത് വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളാണ്. അതിന് അങ്ങനെ പറയാനുള്ള കാരണം, ഒന്ന്, താൻ തിരഞ്ഞെടുക്കുന്ന ആളെ നന്നായി അയാളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനുമുള്ള അവസരമുണ്ടാകുന്നത് ശരിക്കും പ്രണയത്തിലൂടെ ഉണ്ടാകുന്ന സ്ഥാപിക്കപ്പെടുന്ന ബന്ധങ്ങളിലല്ല, മറിച്ച് ഒരു അറേഞ്ച്ഡ് മാരേജിലൂടെ ഉണ്ടാകുന്ന ബന്ധത്തിലൂടെയാണ് അത് സാധ്യമാകുന്നത്. പൊതുവിൽ തിരിച്ചാണ് ആളുകൾ പറയാറുള്ളത്, സാധാരണ കേൾക്കാറുള്ളത്, ഒരു ചായ കുടിച്ച പരിചയത്തിൻ്റെ പേരിൽ നടക്കുന്ന വിവാഹമാണ് അറേഞ്ച്ഡ് മാരേജുകൾ എന്നാണ് പറയാറുള്ളത്. അത് പറയണെന്തുകൊണ്ടാണ്? വരൻ വരുന്നു, പെണ്ണുകാണൽ ചടങ്ങ് നടക്കുന്നു, എന്നിട്ട് അവിടുന്ന് ഒരു ചായ കുടിക്കുന്നു, എന്നിട്ട് ഇതാണ് ആളുകൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പറഞ്ഞ് അങ്ങനെ പരത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല. പിന്നെ പ്രേമത്തിൻ്റെ കാര്യത്തിലാണ് ഫാൾ ഇൻ ലവ് എന്നുള്ള പ്രയോഗമുള്ളത്. പ്രണയത്തിൽ വീണുപോയി. പണ്ടൊരാൾ പറയണ്ടായി, അവൻ്റെ ഷൂസ് കണ്ട് ഞാൻ വീണുപോയി ആയിരുന്നു. ഇതാണ് പ്രണയം എന്ന് പറഞ്ഞത്. വീണു പോവുക എന്നുള്ളത് അറേഞ്ച്ഡ് മാരേജിനകത്തല്ല. അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ ശരിക്കും ഒരു പെൺകുട്ടിക്ക് വിവാഹം അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുരുഷനെ വധുവിനെ അന്വേഷിക്കുമ്പോൾ അവരുടെ രക്ഷിതാക്കൾ ആ വീടിനെക്കുറിച്ച്, വീട്ടുകാരെക്കുറിച്ച്, അയാളുടെ സ്വഭാവ രീതികളെക്കുറിച്ച്, ആ നാട്ടിൽ സൗഹൃദങ്ങളിൽ എല്ലാം, നമ്മളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ്. എത്രയോ റിജക്റ്റ് ചെയ്യപ്പെടും. അതെ, ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ശരിക്കും സുരക്ഷിതമായ ബന്ധം, ഒരാൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ, അയാളെ അഡിക്റ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്ക് ഈ തരത്തിലുള്ള അറേഞ്ച്ഡ് മാരേജ്. മറ്റേതാണ് നൈമിഷികമായ തീരുമാനത്തിലൂടെ ഉണ്ടാകുന്നത്. കൗമാരപ്രായത്തിൽപ്പെട്ട ഒരാൾക്ക് എതിർലിംഗത്തിലുള്ള ഒരാളെ കാണുമ്പോൾ സെക്കൻഡുകൾ കൊണ്ടൊരു പക്ഷേ അയാളുടെ മനസ്സ് തീരുമാനമെടുത്തേക്കാം എന്നൊക്കെയുള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്ന്, സുരക്ഷിതം, അതാണ്. രണ്ട്, നീതിപൂർണമായതും വൈവാഹിക ബന്ധമാണ്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇനിയിപ്പോൾ ഒരു ഡിവോഴ്സിലേക്ക് വേർപിരിയേണ്ട അവസ്ഥ ഉണ്ടായി, അങ്ങനെ ഉണ്ടായാലും ശരിക്കും ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അവളുടെ ഭാഗത്തു നിന്നും, അവൻ്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നും, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഒരു മധ്യസ്ഥനെ വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യണം. അപ്പോൾ നിക്കാഹ് ചെയ്തു കൊടുത്ത, വിവാഹം ചെയ്തു കൊടുത്ത ഒരു രക്ഷിതാവുണ്ടാകും, വിവാഹത്തിന് സാക്ഷികളുണ്ടാകും, ആ വിവാഹത്തിൻ്റെ സദ്യയിൽ പങ്കെടുത്ത നാട്ടുകാരുണ്ടാകും. ഇവരെല്ലാവരും അറിയുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ പൊതുവിൽ വൈവാഹിക ജീവിതത്തിൽ ചൂഷണത്തിന് വിധേയമാകുന്നത് സ്ത്രീകളാണെന്നാണ് പറയാറുള്ളത്. ഒരു സ്ത്രീയും ഒരു ചൂഷണത്തിന് വിധേയമാവുകയില്ല. ആളുകൾ ഇത് അന്വേഷിക്കാനും ചോദിക്കാനും ചർച്ച ചെയ്യാനും സമൂഹമുണ്ട്, ചുറ്റുമുള്ളവരുണ്ട്, രക്ഷിതാക്കളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയൊരു ഡിവോഴ്സിലേക്ക് പോയാൽ പോലും, ഒരു വിവാഹമോചനത്തിലേക്ക് പോയാൽ പോലും നീതിപൂർണമായ ഒരു ഡിവോഴ്സ് നടക്കും എന്നതാണ് അതിൻ്റെ മറ്റൊരു തലം എന്ന് പറയുന്നത്. എന്നാൽ മറ്റേ പ്രണയം എന്ന് പറയുന്നത് പൊതുവിൽ, ഞാൻ അതിൻ്റെ ഒരു പാർട്ട് മാത്രം പറയാം. പൊതുവിൽ ഈ പ്രണയത്തിൻ്റെ സൈക്കോളജി, പ്രണയത്തിൻ്റെ ന്യൂറോളജി, ഇതൊക്കെ ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമായ സംഗതിയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് മതരംഗത്തുള്ള ഒരാൾ പറയുമ്പോൾ, അതിനെ വേറെ ഒരു തലത്തിലാണ് ആളുകൾ നോക്കിക്കാണുക. സമൂഹം അങ്ങനെയാണ്. പുതിയ കാലത്തിന് യോജിക്കാത്ത, പുതിയ ചർച്ചകൾ അറിയാത്ത തന്തവൈബിൻ്റെ ആളുകളായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുക. ഞാൻ പറയുന്നത് നമ്മുടെ മതരംഗത്തുള്ളവരുടെയോ മതഗ്രന്ഥങ്ങളുടെയോ അഭിപ്രായങ്ങളല്ല. ഈ വിഷയത്തിൽ നടന്ന ധാരാളം പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രണയം എന്നുള്ളത് ലോജിക്കലായ, മോറലായ, റീസണബിളായ തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ ആയിരിക്കും എന്നാണ്. പൊതുവിൽ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടക്സ് ആണ് ലോജിക്കലായി ചിന്തിക്കുക, മോറലായി ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുക, ഞാൻ പറയുന്നത് അതിൻ്റെ യുക്തിയെക്കുറിച്ച് ആലോചിക്കുക. എന്നാൽ കമിതാക്കളുടെ ഈ ഭാഗം വർക്ക് ചെയ്യൂല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭയം പോലെയുള്ള ഇമോഷനുകൾ തലച്ചോറിൽ എപ്പോഴും തീരുമാനമെടുക്കുക ഒരു ബദാം പരിപ്പുള്ള അമഗ്ഡല എന്ന് പറയുന്ന ഭാഗമാണ്. ആ സംഗതി ദുർബലപ്പെട്ടു പോകും ഈ പ്രണയകാലത്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോജിക്കലോ മോറലോ അല്ലെങ്കിൽ റീസണബിളോ റാഷണലോ ആയ ഒരു തീരുമാനമെടുക്കാൻ ഒരിക്കലും പ്രണയിക്കുന്ന ആളുകൾക്ക് കഴിയില്ല. അവിടെയാണ് തൻ്റെ മുന്നിലുള്ള ഒരാളെ ഒരാഗ്രഹമാണ്, ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോവാണ്. ഇതെനിക്ക് അനുയോജ്യമായ ആളാണോ എന്ന് ചിന്തിക്കാൻ മൂന്നാമത്തെ ഒരു കക്ഷി വേണം എന്നതാണ് ഈ പഠനങ്ങളൊക്കെ പറയുന്നത്. അതാണ് മതം പറയുന്ന രക്ഷിതാവ് എന്ന് പറയുന്ന പോസ്റ്റ്, വലിയ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഒരാൾ ആണ് ഇയാൾ അനുയോജ്യനാണോ അല്ലേ എന്ന തീരുമാനം എടുക്കാൻ വേണ്ടി സഹായിക്കേണ്ടത്.
അല്ലാത്തൊരു സന്ദർഭത്തിൽ ഇത് പൂർണ്ണമായും പരാജയത്തിലേക്ക് പോകും. ഞാൻ പറയുന്നത് ഒരാളുടെ ഒരിക്കലും ഒരു വ്യക്തിയുടെ ഇഷ്ടമോ അനിഷ്ടമോ പരിഗണിക്കാതെ ഒരാളെ വിവാഹത്തിലേക്ക് നയിക്കണമെന്നല്ല. ശരിക്കും ഇസ്ലാമികമായ അധ്യാപനങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ വിവാഹം ചെയ്യാൻ പാടില്ല. ഒരു ആദ്യമായി വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ ദിനുഹ സുമാതുഹ എന്നാണ്, അവളുടെ മൗനമാണ് സമ്മതം. ഒരിക്കൽ വിവാഹമോചനം തേടിയവളോ ഭർത്താവ് മരിച്ചവളോ ആണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ തുറന്നു പറയണം, എനിക്ക് വിവാഹത്തിന് സമ്മതമാണ്. അപ്പോൾ രണ്ട് വ്യക്തികളുടെയും ഇഷ്ടമനുസരിച്ച്, എന്നാൽ രണ്ട് വ്യക്തികളുടെയും ഗുണങ്ങളും ദോഷങ്ങളും മറ്റൊരാളുടെ സഹായത്തോടെ മനസ്സിലാക്കി വിവാഹബന്ധത്തിലേക്ക് പോകുമ്പോഴാണ് സുരക്ഷിതമായ തീരുമാനമെടുക്കാൻ സാധിക്കുക. ഇവിടെ ഈ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടക്സ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ വളരെ എക്സ്ട്രീമായിട്ടുള്ള തീരുമാനങ്ങളാണ് പലപ്പോഴും കമിതാക്കൾ എടുക്കുക. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്? കോടതിയിൽ രണ്ടാളും എത്തുന്നു, എന്നിട്ട് പറയുന്നു എൻ്റെ വാപ്പാൻ എനിക്ക് വേണ്ട, എൻ്റെ ഉമ്മ എനിക്ക് വേണ്ട. അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നു നിൻ്റെ പിന്നെ ലവർ എന്ന് പറയുന്നത് അയാൾ കഞ്ചാവിന് അഡിക്റ്റാണ്, അയാൾ MDMA അയാളൊന്നും അങ്ങനെ ചെയ്യില്ല. നമുക്ക് ഏറ്റവും ബുദ്ധിശൂന്യം എന്ന് പറയുന്ന തീരുമാനം എടുക്കുന്നവർ കമിതാക്കളായിരിക്കും. അതിൻ്റെ കാരണം ഇതാണ്. പിന്നെ ഒരു പാഷണേറ്റ് ലവ് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്, ആദ്യത്തെ ഒരു ഘട്ടം. ആ ഘട്ടത്തിലാണ് അന്ധമായ പ്രണയം. അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനത്തിൻ്റെ ഇതിലേക്ക് പോകുമ്പോഴാണ് ഞാൻ പറയുന്നത് ഈ പാഷനേറ്റ് ലവ് എന്ന കാലഘട്ടത്തിൽ ഭയങ്കര എന്താ പറയുക ബുദ്ധിശൂന്യമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇതൊക്കെ കഴിയുമ്പോഴാണ്, ഒരു ഘട്ടം പിന്നിടുമ്പോഴാണ് ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മനുഷ്യനെത്തുക. അപ്പോഴാണ് ഞാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് പലരും ചിന്തിക്കാം. അവിടെയാണ് നമ്മൾ ആത്മഹത്യകൾ കാണുന്നത്. അവിടെയാണ് നമ്മൾ ഇതുപോലെയുള്ള തുറന്നു പറയലുകൾ കേൾക്കുന്നത്. എനിക്ക് പറ്റിപ്പോയി, എനിക്ക് അബദ്ധമാണ് സംഭവിച്ചത് എന്ന തുറന്നു പറയലുകൾ കേൾക്കുന്നത്. അപ്പോൾ നിലനിൽക്കുന്ന അറേഞ്ച്ഡ് മാരേജ് എന്ന രക്ഷിതാവ് ഇടപെട്ടുള്ള വിവാഹമല്ലാത്ത സംഗതികളിൽ ഇതങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായി ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് വലിയ ഒരു പുതിയ വിപ്ലവകരമായ എന്താ പറയുക പുതിയ കാലത്തിൻ്റെ ഒരു ഭയങ്കര സംഭവമായി പ്രണയങ്ങളും പ്രണയവിവാഹങ്ങളും ലിവിങ് ടുഗദറുകളും മറ്റു റിലേഷൻഷിപ്പുകളും ഒക്കെ ആഘോഷിക്കപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ അത് വളരെ ബുദ്ധിശൂന്യമായ ഒരു സംഗതിയാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്.